ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്യാമ്പസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ AI ആങ്കർ കല്യാണി. മനുഷ്യക്കുട്ടി അല്ലെങ്കിലും നിങ്ങൾ എന്നോട് കൂട്ടുകൂടുമെന്ന് കരുതുന്നു. ആദ്യം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക് പോയാലോ. തലക്കെട്ടുകൾ. ചതിക്കുഴിയിൽ വീഴരുത്. 262 കനേഡിയൻ കോളേജുകൾ ED നിരീക്ഷണത്തിൽ. കനേഡിയൻ കോളേജുകൾ കേന്ദ്രീകരിച്ച് മനുഷ്യക്കടത്ത് നടത്തുന്ന റാക്കറ്റിനെ കുറിച്ചുള്ള അന്വേഷണം തുടർന്ന് ED. അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കാൻ ഒരാൾക്ക് 60 ലക്ഷം രൂപ വരെ ഈടാക്കുമെന്ന് കണ്ടെത്തൽ. നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്. മദർ തെരേസ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. അപേക്ഷ ക്ഷണിച്ച് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. PM ഉഷ പദ്ധതി പ്രകാരം കേരളത്തിന് 405 കോടി രൂപയുടെ സഹായം അനുവദിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ തുക ഉപയോഗിക്കാം. സർവകലാശാലകൾക്കും കോളേജുകൾക്കും വൻ തുക ലഭിക്കും. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെയും നടപടിക്രമങ്ങളെയും കുറിച്ച് പഠിക്കാൻ താൽപ്പര്യമുണ്ടോ? കേരള നിയമസഭയുടെ ലെജിസ്ലേറ്റീവ് മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് സെന്ററിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷിക്കാം. പാർലമെന്ററി സ്റ്റഡീസ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി 10 വരെ നീട്ടി. ഓൺലൈൻ കോഴ്സിന്റെ കാലാവധി 6 മാസം. നമ്മുടെ ക്യാമ്പസ് ന്യൂസ് ഒരു കോംബോ പ്രോഗ്രാമാണ്. AI മനുഷ്യ അവതാരകർ ചേർന്ന സമാധാനപൂർണ്ണമായ ഒരു കോംബോ. ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഒന്നുമില്ല കേട്ടോ. ക്രിസ്മസ് അവധി ആഘോഷിക്കുകയാണല്ലേ കൂട്ടുകാർ. ഒരു അവധിക്കാല ക്യാമ്പിന്റെ വിശേഷങ്ങൾ അറിഞ്ഞാലോ. കടമക്കുടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആലുവ സെന്റ് പോൾസ് കോളേജിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് നടക്കുകയാണ്. അവിടെ നിന്ന് ക്രിസ്റ്റീന ചെറിയാൻ ചേരുന്നു. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ക്രിസ്മസ് അവധിക്കാലത്തിന്റെ ആലസ്യത്തിലാണ്. കുട്ടികളാകട്ടെ യാത്രയും സിനിമ കണ്ടുമൊക്കെ അവരുടെ അവധിക്കാലം അങ്ങനെ ചെലവഴിക്കുകയാണ്. ഈ ആഴ്ച ക്യാമ്പസ് ന്യൂസിനായി എന്ത് ചെയ്യുമെന്ന് ഞാനും എൻ്റെ പ്രൊഡ്യൂസർ കാർത്തികയും ഇങ്ങനെ കൂലങ്കഷമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നത് അവധിക്കാലത്ത് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളിലേക്കാണ്. കളമശ്ശേരി സെയിൻറ്റ് പോൾസ് കോളേജിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ 7 ദിന ക്യാമ്പിലാണ്. ഈ ക്യാമ്പിൻ്റെ പേര് ഹൃദ്യം എന്നാണ്. അപ്പോൾ ഈ ഹൃദ്യം എന്ന ക്യാമ്പ് നടക്കുന്നത് കടമക്കുടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഈ ക്യാമ്പിൽ ഹൃദ്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പോയാലോ? കം ഓൺ. വിദ്യാർത്ഥികളിൽ അച്ചടക്കം, നേതൃഗുണം, ടീം വർക്ക് തുടങ്ങിയ നൈപുണ്യങ്ങൾ വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹൃദ്യം സപ്തദിന ക്യാമ്പിന്റെ പ്രവർത്തനം. ഈ ക്യാമ്പ് അവരെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ മക്കളെ, ആദ്യം തന്നെ എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാണെന്നറിയാമോ? ഈ അവധിക്കാലത്ത് എല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിക്കുമ്പം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും സമൂഹത്തിന് ഉതകുന്ന ഒരുപാട് നന്മയ്ക്ക് ഉതകുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അവധിക്കാലം അടിച്ചു പൊളിക്കാതെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ എന്താ നിങ്ങളുടെ പ്രചോദനം? നമ്മുടെ കുറേ ക്വാളിറ്റീസ് വർദ്ധിക്കാൻ ഭയങ്കര ഒരു മെയിനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് NSS. നമ്മുടെ ലീഡർഷിപ്പ് ആയാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയാലും നമ്മൾ സോഷ്യലായിട്ട് നമ്മളൊരു എവിടെ പോയാലും നമുക്ക് അതിജീവിച്ച് വരാൻ പറ്റുന്നതൊക്കെ നമ്മൾ NSS ക്യാമ്പിലൂടെയാണ്. അപ്പം ഞാൻ കേട്ടത് ഇവിടെ ഭക്ഷണം വരെ നിങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നതാണോ? അതെ, പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളൊക്കെ തന്നെയാണ്. ഇവിടെ ഹെൽപ്പിനായിട്ട് 2 ചേച്ചിമാരുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർക്ക് കൊടുക്കും. 7 ദിവസമല്ലേ, സപ്തദിന ക്യാമ്പാണ്. അപ്പോൾ 7 ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് ഇവിടെ? ഈ ഒരു സ്ഥലം മെയിനായിട്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏരിയ, അതുകൊണ്ട് തന്നെ കുറേ വേസ്റ്റുകൾ ഉണ്ടാവും. ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്യാമ്പസ് ക്ലീനിങ്, ഓഫ് കോഴ്സ് ക്രിസ്മസ് ടൈമാണ്. അപ്പോൾ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കി നമ്മൾ അങ്ങനെ ക്രിസ്മസ് സ്റ്റാർ ചെയ്തു. അതുപോലെ തന്നെ കുറേ സെഷൻസ് ഉണ്ട് എല്ലാ ദിവസവും. നമുക്ക് മെയിനായിട്ട് കുട്ടികൾക്ക് ആവശ്യം വരുന്ന ഫയർ ആൻഡ് സേഫ്റ്റി കുറിച്ചുള്ള ക്ലാസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ക്ലാസ്, അങ്ങനത്തെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പാവപ്പെട്ടതായിട്ടുള്ള ജനങ്ങളൊക്കെ ഉണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി ക്രിസ്മസ് കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ഈ പരിപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കിറ്റ് ഉണ്ടാക്കിയിട്ട് പ്ലം കേക്കൊക്കെ വെച്ചിട്ട് നമ്മളൊരു ക്രിസ്മസ് കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ കുറേയധികം സോഷ്യൽ സർവീസായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നിങ്ങളുടെ ലഹരി വിരുദ്ധ പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ ലഹരി ഉപയോഗിക്കില്ല എന്ന്? അതെ, എല്ലാവരും എടുത്തിട്ടുണ്ട്. ഉറപ്പാണല്ലോ? സൈഡിലൊന്നും കാണില്ലല്ലോ ആരും ലഹരി? ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും സേ നോ ടു ഡ്രഗ്സ് എന്ന് ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ? സേ നോ ടു ഡ്രഗ്സ്. വിദ്യാർത്ഥികളോടൊപ്പം താമസിച്ച് അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന അധ്യാപകരുടെ വാക്കുകളിലേക്ക്. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാവും.
ഇപ്പോൾ രാവിലെ 5 മണിക്ക് കുട്ടികൾ എണീക്കും. 6 മണിക്ക് നമ്മൾ യോഗ സെഷൻ ഉണ്ടാവും. 6:30 മോർണിംഗ് അസംബ്ലി ഉണ്ടാവും. അതിൽ ഈ കുട്ടികൾ തലേ ദിവസം ചെയ്ത കാര്യങ്ങൾ പത്രരൂപേണ അവതരിപ്പിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്. 8:30 മുതൽ നമ്മൾ കമ്മ്യൂണിറ്റി സർവീസ്, എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അത് ഔട്ട്സൈഡ് ക്യാമ്പസ് ആയിരിക്കും ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൗജന്യ നേത്രപരിശോധന ക്യാമ്പ്, അതുപോലെ സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ്. ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവബോധം ഉള്ളതായിട്ടാണ് ഈ 7 ഡേ ക്യാമ്പിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം നമ്മൾ ഇവിടെ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുത്താൽ അവർ നല്ല കാര്യക്ഷമമായി അവർ ചെയ്തു തീർക്കാനായിട്ട് മുഴുവനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ വേണ്ട സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള അവബോധം അവർക്ക് തീർച്ചയായും ഉണ്ട്. ഒരു റാലിക്ക് തയ്യാറെടുക്കുകയാണിവർ. ലഹരി വേണ്ട എന്ന തീരുമാനം ഉറക്കെ പ്രഖ്യാപിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ അതിനായി പ്രേരിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ റാലി. സഹജീവികൾക്ക് കൈത്താങ്ങാകുന്ന ഒരുപിടി പരിപാടികൾക്കൊപ്പം സമാപന ദിനത്തിന് തൊട്ടു മുൻപുള്ള സായാഹ്നത്തിൽ ഏറെ കളർഫുള്ളായ ഫ്ലാഷ് മോബും ലഹരിക്കെതിരായ തെരുവു നാടകവും കാണാൻ കൗതുകത്തോടെ കടമക്കുടിക്കാരുമെത്തി. പുതുതലമുറ പോരായെന്ന് വിമർശിക്കുന്നവർക്കൊരു മറുപടിയാണ് ഈ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളും സംഘാടക മികവും. അതൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് സുന്ദര സന്ധ്യയിൽ അങ്ങനെ ഏറെ ഹൃദ്യമായ അനുഭവങ്ങളുമായി കടമക്കുടിയിലെ ഹൃദ്യം ക്യാമ്പിൽ നിന്ന് ഞാൻ മടങ്ങുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു ക്യാമ്പസിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അവിടെ കാക്കനാട് ഫ്ലോറിൽ കല്യാണിക്കുട്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓവർ ടു യു കല്യാണിക്കുട്ടി. ബൈ. താങ്ക് യു ക്രിസ്. ഒരു ആങ്കറായ ഞാനും അവധിക്കാലത്ത് മടി പിടിച്ചിരിക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ ഇവരെന്നെ മോട്ടിവേറ്റ് ചെയ്തു കൂട്ടുകാരെ. ഞാനും പോയി മനുഷ്യന് പകരം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു വരാം. 2 ആഴ്ച കഴിഞ്ഞില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ചേർന്നിട്ട്. കൂട്ടുകാർക്ക് AI ആങ്കറായ എന്റെ വാർത്താവതരണം ഇഷ്ടമായോ? കമന്റ് ചെയ്യണേ. ഇനി ഇന്നത്തെ പ്രതിഭ ആരെന്ന് നോക്കിയാലോ.